നമസ്കാരം സുഹൃത്തുക്കളെ. അമേരിക്കയിൽ ട്രംപിൻ്റെ ഇറക്കുമതി ചുങ്കവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ നടക്കുന്നുണ്ട്. അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി CCPയുടെ ടൂൾ കിറ്റുമായിട്ട് ഒരു വിഭാഗം ആളുകൾ കേരളത്തിൽ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതായത് അമേരിക്ക തകരാൻ പോകുന്നു, അമേരിക്ക വാണിജ്യ ഇക്കോണമി അപകടത്തിലെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ചാനലുകളുടെ വണ്ടറിൽ എഴുതി പിടിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. പ്രത്യേക സമുദായത്തിൻ്റെ ആൾക്കാരാണ്. ഞാൻ ആദ്യം അവരോട് ഒരു കാര്യം പറയട്ടെ. നിങ്ങളുടെ സമുദായത്തെ ഏറ്റവും ഭംഗിയായി മാനേജ് ചെയ്ത ഒരേ ഒരു രാജ്യം ചൈന മാത്രമാണ്. ബെസ്റ്റായിട്ട് മാനേജ് ചെയ്തത്. നിങ്ങൾ ഒരിക്കലും പോലും, ഞാൻ വർഗീയത പറയുകയല്ല, പക്ഷെ പറഞ്ഞേ പറ്റൂ. നിങ്ങൾ മനസ്സിലാക്കണം, ഹമാസ് ഇറാൻ വാറോ അല്ലെങ്കിൽ എന്താ പറയുന്ന അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ നടപടികൾ കൊണ്ട് നിങ്ങൾ അമേരിക്കയെ എതിർക്കുന്നുണ്ടെങ്കിൽ എതിർക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ചൈന എന്ന് പറയുന്ന നീരാളി ആരാ നിങ്ങൾ മനസ്സിലാക്കണം. വെറുതെ നിങ്ങൾ അമേരിക്കനെ കുറ്റം പറയാൻ വേണ്ടിയാണെങ്കിൽ ഓക്കെ, പക്ഷെ കാര്യം പറഞ്ഞ് സംസാരിക്കണം. വീഡിയോ മുഴുവൻ കാണുക, എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ പറ്റി. ഈ പറയുന്ന ചൈന എന്ന് പറഞ്ഞ രാജ്യത്ത് നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ആ രാജ്യം ചെയ്തിരിക്കുന്നത്. WTO 2001 വന്ന ശേഷം ഒരു തരത്തിലുമുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ, ഒരു രാജ്യത്തിൻ്റെയും അഖണ്ഡതയും മാനിക്കാതെ എന്തുമുണ്ടാക്കും, എല്ലാത്തിൻ്റെയും കോപ്പി അടിക്കും. ഒരു പേറ്റന്റ് പറഞ്ഞ സംഭവം അവർക്കില്ല. എല്ലാം അടിച്ചിറക്കും, എല്ലാം കോപ്പി അടിച്ചിറക്കിയിട്ട് ലോകത്തിലേക്ക് പ്ലാസ്റ്റിക് വേസ്റ്റ് മാത്രം കയറ്റിയേക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് ഈ പറയുന്ന ചൈന എന്ന് പറയുന്നത്. അമേരിക്കയിൽ ഒരുപക്ഷെ, ഞാൻ അമേരിക്ക സംസാരിക്കുന്നത്, ഇവിടുത്തെ ഒരു മിനിമം വേജ്, അതായത് അടിസ്ഥാന ശമ്പളം എന്ന് പറഞ്ഞത് ഏകദേശം ഒരു കഴിഞ്ഞൊരു 10-15 വർഷമായിട്ട് മുകളിലേക്ക് പോകുന്നില്ല. കാരണം എന്തുകൊണ്ടാണ്? മാനുഫാക്ചറിങ് ഇല്ല. പക്ഷേ ചൈനയിൽ അങ്ങനെയല്ല. ചൈനയിൽ ഈ പറയുന്ന മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി ബൂമിങ് ആയതുകൊണ്ട് അവിടുത്തെ അടിസ്ഥാന ശമ്പളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 17-18 ട്രില്യൺ ഡോളർ എക്കോണമിയാണ് ചൈന എന്ന് പറയുന്നത്. എങ്ങനെയാണ് അവരുടെ രീതി എന്ന് പറഞ്ഞാൽ, അവർ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് കടന്നു വരുന്നതായിരിക്കും. CCPയുടെ പണമായിട്ട് വരുന്നത്, അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പണമായിട്ട് കടന്നു വന്നിട്ട് അവിടുത്തെ ഫാക്ടറീസ് അവർ കൈയടക്കും. അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ UK സ്റ്റീൽ ഫാക്ടറികൾ അവർ കൈയടക്കിയിരിക്കുകയാണ്. അവർ ആദ്യം അത് വിലയ്ക്ക് വാങ്ങും, വ്യക്തിയല്ല രാജ്യമാണ് വിലയ്ക്ക് വാങ്ങുന്നത്. ആദ്യം 1-2 വർഷം അവർ ഓപ്പറേറ്റ് ചെയ്ത ശേഷം അതിനെ അവരങ്ങ് പൂട്ടിയിട്ട് സെയിം മാനുഫാക്ചറിങ് അവർ ചൈനയിലേക്ക് എടുത്ത് മാറ്റുകയാണ് സുഹൃത്തുക്കളെ. ചൈനയിലേക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന, ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് ജോലി എടുത്തിരുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ വഴിയാധാരമായിപ്പോയി. അങ്ങനെയാണ് ഈ പറഞ്ഞ യൂറോപ്പും ഈ പറഞ്ഞ അമേരിക്കയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പ്രധാനപ്പെട്ട കാരണം ഇതാണ്. 1950-കളിൽ സ്റ്റീൽ മാനുഫാക്ചറിങ്ങിൽ അമേരിക്കയായിരുന്നു ടോപ്പ് 5-6 കമ്പനി അമേരിക്കയിലായിരുന്നു. ഇന്നൊന്നുമില്ല ഇവിടെ മാനുഫാക്ചറിങ് ഇല്ല. സോ ഈ പറഞ്ഞ ചൈന എന്ന് പറയുന്ന സുഹൃത്തിനെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ വർഗീയത പറഞ്ഞതല്ല. ഇനി ഞാൻ ഇതിലേക്ക് കടന്നു വരാം. എന്തുകൊണ്ടാണ് അമേരിക്ക ഇതൊരു ഭീഷണി അല്ല ഇത് ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ലോകത്തിലെ ഇക്കോണമിയിൽ 1/3 അമേരിക്കയാണ്. അതായത് പറഞ്ഞാൽ $3 മാർക്കറ്റിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ $1 കടന്നു വരുന്നത് അമേരിക്കൻ മാർക്കറ്റിൽ നിന്നാണ് വരുന്നത്. ഒരു 4 ബെൻസ് കാർ ഉണ്ടാക്കിയാൽ ജർമ്മനിയിൽ ഒരെണ്ണം അമേരിക്കൻ മാർക്കറ്റിലേക്കാണ് വരുന്നത്, അവിടെയാണ് വാങ്ങുന്നത്. പർച്ചേസിങ് പവർ ഹോൾഡ് ചെയ്യുന്ന അമേരിക്കയിലേക്കാണ്. ഗോൾഡൻ ടിക്കറ്റ് ആയിട്ടുള്ള ഡോളർ ഇരിക്കുന്ന അമേരിക്കയുടെ കയ്യിലാണ്. ഇതാണ് രാജ്യങ്ങൾക്ക് വേണ്ടത്. റിസർവാണ്, ഫോറിൻ റിസർവ് ആയിട്ടുള്ള ഡോളറാണ് വേണ്ട സുഹൃത്തുക്കളെ. അല്ലാണ്ട് വെറുതെ വളു ഈ പറയുന്ന ചാനലുകൾ പറയുന്നതല്ല. ആരെന്ത് പറഞ്ഞാലും ഡോളർ കിട്ടിയേ പറ്റൂ. Russia-Ukraine വാർ വന്നു, ഈ പറയുന്ന ഹമാസുമായി ബന്ധപ്പെട്ട വാർ വന്നു, ഡോളറിന് ഒരു തളർച്ചയുമില്ല, ഡോളർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ചൈനയുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പോൾ ചൈന അമേരിക്കൻ മാർക്കറ്റ് എന്ന് പറയുന്നത് 350 മില്യൻ്റെ മാർക്കറ്റാണ് അമേരിക്ക എന്ന് പറയുന്നത്. അതാണ് 1/3 ഓഫ് ഇക്കോണമി കൺട്രോൾ ചെയ്യുന്നത്. ഈ പറഞ്ഞ യൂറോപ്പിൻ്റെ മാർക്കറ്റ് എന്ന് പറയുന്നത് 450 മില്യനാണ് യൂറോപ്പിലെ പോപ്പുലേഷൻ. പക്ഷെ അവരൊന്നും അടുത്ത് പോലും എത്തുന്നില്ല. ബൈയിങ് പവർ അല്ല അവിടെ. ഇനി അമേരിക്ക പോയി എന്ന് വിചാരിക്കുക, ഈ പറയുന്ന ചൈനയുടെ കയ്യിൽ നിന്ന്. അവർ പറയും ഞങ്ങൾ സൗത്ത് ഏഷ്യയിൽ പോകും, ഇന്തോനേഷ്യയിൽ വെക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്ക പോയി പെസോസിൽ വെക്കും. ഡോളർ എവിടെ കിട്ടുന്നു? ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് പേസോസും റുപ്പിയും കിട്ടിക്കഴിഞ്ഞാൽ ഡോളർ പിന്നെ വാങ്ങാൻ ശ്രമിക്കുമ്പോൾ ആ ലാഭം മുഴുവൻ പോവുകയാണ്. പണ്ടത്തെ പോലെ ലാഭമില്ല ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ. കാരണം ലാഭം കുറഞ്ഞു വരികയാണ്. ഡോളറില്ലാതെ മുന്നോട്ട് പോകുക അസാധ്യമാണ്. അപ്പോൾ ഇതാണ് പറഞ്ഞു വരുന്നത്, മനസ്സിലാവുന്നുണ്ട്. 450. ഇനി ആഫ്രിക്കയിൽ വിൽക്കാമെന്ന് വിചാരിച്ചാൽ, ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഇലക്ട്രിസിറ്റി പോലും ഇല്ല, വൈദ്യുതി ഇല്ലാത്ത പല ഗ്രാമങ്ങളുമാണ് ഈ പറയുന്ന ആഫ്രിക്കയിൽ. അപ്പോൾ എങ്ങനെയാണ് ഈ ആഡംബര വസ്തുക്കൾ ആരുണ്ടാക്കുന്നത്? ഈ ആഡംബര വസ്തുക്കൾ ഉണ്ടാക്കുന്ന ആര് വാങ്ങും ആഫ്രിക്കയിൽ നിന്ന്? ഇനി പറഞ്ഞ് ഇന്ത്യയിലേക്ക് വിൽക്കാൻ ശ്രമിക്കുന്നു പറയും. നിങ്ങൾ ഇന്ത്യൻസായിട്ട് ആരെങ്കിലും ബിസിനസ് ചെയ്തിട്ടുണ്ടോ? ഞാൻ ചെയ്തൊരു വ്യക്തിയാണ് അമേരിക്കയിൽ നിന്ന്. ഏറ്റവും ടഫായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റുന്ന വ്യക്തി ഇന്ത്യക്കാർ. പണം തരില്ല, അവർ നമ്മളെ വലയ്ക്കും, സ്കാം ചെയ്ത് കളയും ഇന്ത്യക്കാർ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യനെ ഇപ്പോൾ ചൈനയ്ക്ക് വ്യക്തമായിട്ട് അറിയാം, ഇന്ത്യയായിട്ട് ബിസിനസ് ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. പണം കിട്ടില്ല, ബില്ല് മാറി തരില്ല അവർ. അവസാനം കാല് പിടിക്കേണ്ടി വരും നമ്മൾ പേയ്മെൻറ്റ് കിട്ടണമെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ അമേരിക്ക എന്നുള്ള എക്കോണമി, അതായത് ഈ വാലറ്റ് തുറന്ന് വെച്ചിരിക്കുകയാണ് അമേരിക്കൻസ്. സ്കാംസ് ഇല്ല,
ഈ നെഗോഷിയേറ്റിംഗ് ഇല്ല. അവർ പറയുന്ന പണം സ്പോട്ടിൽ എത്തിച്ചു കൊടുക്കും അവർ. ഇതാണ് അമേരിക്കൻ ഇക്കോണമി എന്ന് പറയുന്നത്. ഇതാണ് ചൈനയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. ചൈനയിൽ ഇപ്പോൾ ഒരുപാട് വീഡിയോസ് പുറത്തു വരുന്നുണ്ട് ടിക്ടോക്കിൽ കൂടെയും ഈ പറഞ്ഞ ഇൻസ്റ്റഗ്രാമിൽ കൂടെയൊക്കെ. ചൈന സൗണ്ട് അതൊക്കെ ബാൻ ചെയ്യാണ് ഈ പറഞ്ഞ CCP. കാരണം ചൈന പകച്ചിരിക്കുകയാണ്. ഈ പറയുന്ന ഒരു ആക്ഷൻ മൂവി പോലെയാണ് അപ്പോൾ നടക്കുന്നത്. അതായത് 100 ചബം പറയുന്നു, ലേലം വിളിയാണ് 110, ചൈന പറയും 120, അവർ പറയുന്നത് ചൈനീസ് ഇക്കോണമി തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് തടയാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവും നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മറ്റുള്ള രാജ്യങ്ങൾക്കൊന്നും അമേരിക്കയുടെ ഇറക്കുമതി ചുങ്കത്തിനെതിരായിട്ട് പ്രതികരിക്കാൻ താല്പര്യമില്ല എന്ന്, ഇന്ത്യക്കായാലും യൂറോപ്യൻ യൂണിയൻ ആയാൽ പോലും? പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ രാജ്യങ്ങളിലേക്ക് പണം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലാണ്. ഇപ്പം മിഡിൽ ഈസ്റ്റിൽ ഓയിൽ പണമായാലും പല രാജ്യങ്ങളുടെ പെൻഷൻ ഫണ്ട് ആയാൽ പോലും കാനഡയുടെ പോലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിലാണ്. ഒരു കാരണവശാലും അമേരിക്കൻ സ്റ്റോക്കോ അല്ലെങ്കിൽ അമേരിക്കൻ ഡോളറിനോ താഴേക്ക് പോയാൽ മുക്കും. അമേരിക്ക എല്ലാവരെയും മുക്കിക്കളയും. അതുകൊണ്ട് ഇമോഷൻസ് എന്താണെന്ന് വെച്ചാൽ, അതായത് ചൈന ഈ പറയുന്ന നടപടി എന്ന് പറയുന്നത് ഓടിച്ചാടി പിടിച്ച് 100 150 കൂട്ടിയാൽ സംഭവിക്കാൻ പോകുന്നത് ചൈനീസ് ഇക്കോണമി ഇല്ലാതായിപ്പോഴും. കാരണം 80% അവരുടെ ഇക്കോണമി ഈ പറയുന്ന നിൽക്കുന്നത് എക്സ്പോർട്ടിങ്ങിലാണ്. എക്സ്പോർട്ടിങ് എങ്ങോട്ടാണ്? അമേരിക്കയിലേക്ക്, അല്ലാണ്ട് വേറെ രാജ്യത്തിലേക്കല്ല എക്സ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ബ്രൈബും ഈ പറയുന്ന അഴിമതിയും ഈ പറയുന്ന മറ്റുള്ള പരിപാടികളൊക്കെയാണ്. എളുപ്പമല്ല പണം വാരുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ചൈനയുടെ നീക്കം എന്ന് പറയുന്നത് ചൈനയെ ഇല്ലാതാക്കാനുള്ള നീക്കം തന്നെയാണ്. കാരണം ചൈനയിലെ മിഡിൽ ക്ലാസ് ഇല്ലാതായി പോകും. കാരണം അവർ മിഡിൽ ക്ലാസ്സിന് എന്താണ് വേണ്ടത്? ഭക്ഷണം കഴിക്കണം, അതായത് ടേബിള് ഭക്ഷണം ഉണ്ടാക്കണം, കമ്പനികൾക്ക് എന്താ പറയുന്നത് ശമ്പളം കൊടുക്കണം, രാജ്യത്തിന് ഫോറിൻ റിസർവ് ആയിട്ട് ഡോളർ വേണം. ചൈനയുടെ നീക്കം എന്ന് പറയുന്നത് ശരിക്കും ചെയ്യേണ്ടത് ആദ്യം ഡോളർ കൈക്കലാക്കുക എന്ന് പറഞ്ഞാൽ ഈ പ്രൈഡും മാങ്ങാത്തോലി മണ്ണാങ്കട്ടിയൊന്നും അല്ല. അതായത് അമേരിക്കയുമായി കളിക്കാൻ പോയി കഴിഞ്ഞാൽ സംഭവിക്കാമെന്ന് പറഞ്ഞാൽ അമേരിക്ക ഇല്ലാതായിക്കോളും. ഇനി ട്രംപിനോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഇമോഷൻസ് ആക്കി മാറ്റാതെ പുള്ളി ഇതിനൊക്കെ ഒരു രീതി അത് ചെയ്യാനായിട്ട്, അതായത് ഈ പറയുന്ന വലിയ ഓളവും എന്ന് പറയുന്നത് അമ്പുപെരുന്നാൾ പോലെ പുള്ളി ഇവിടെ കിടന്ന് അതും ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് വരാൻ പോകുന്ന ഈ മിഡിൽ ക്ലാസ്സാണ് ഈ പ്രശ്നം വരാൻ പോകുന്നത്. കാരണം എളുപ്പമല്ല. ഈ താരിഫ് യുദ്ധം വന്നു കഴിഞ്ഞാൽ പോലും അമേരിക്കയിലും സാധനങ്ങൾക്ക് വില കൂടും. ഒരു പക്ഷേ റിസഷൻ ഉണ്ടാകും, ഇല്ല എന്ന് പറഞ്ഞാൽ പോലും പല മിഡിൽ ക്ലാസ്സിലും ജോലികൾ പോവുകയാണ്. കാരണം പല രാജ്യങ്ങളിലും ഈ പല ജോലികളും ഈ പറയുന്ന ഇറക്കുമതിയെ മാത്രം ആശ്രയിച്ച് ഒരുപാട് ജോലിയുണ്ട്. വാൾമാർട്ട് ആയാൽ പോലും ആമസോണിലായാൽ പോലും ചൈനയുടെ മാനുഫാക്ചറിങ് ആശ്രയിച്ച് ഒരുപാട് ജോലി അമേരിക്കയിലുണ്ട്. അവരൊക്കെ ജോലി പോകാൻ പോവുകയാണ്. ഇതെല്ലാം ഒന്ന് വട്ടന്മാരായ നേതാക്കന്മാർ ഭരിക്കുമ്പോൾ സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പം അമേരിക്കയിലെ മാനുഫാക്ചറിങ് ഇല്ല എന്നൊരിക്കലും വേണ്ട എന്ന് പറയാൻ സാധിക്കില്ല. വേണം, പക്ഷേ അതിന് രീതിയുണ്ട്. ഇതൊക്കെ നമ്മൾ ഗ്രേഡായിട്ട് അപ്ഗ്രേഡ് ചെയ്യണം. അല്ലാതെ പെട്ടെന്നൊരു ദിവസം ഒന്നുകൊണ്ട് 90% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തി, അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം നാളെ മുതൽ എന്നുള്ളതൊരു പ്രാവർത്തികമായ കാര്യമല്ല. ഇപ്പോൾ കാനഡ എടുത്താൽ പോലും കാനഡയിൽ നിന്ന് ആളുകൾ വരവ് കുറഞ്ഞിരിക്കുകയാണ് അമേരിക്കയിലേക്ക്. കാരണം കാനഡിയൻസ് അമേരിക്കയിലുള്ള ടെക്സസ് ആയാലും ന്യൂയോർക്ക് ആയാലും കാലിഫോർണിയയിലൊക്കെ വെക്കേഷൻസ്, കാരണം അമേരിക്കയ്ക്ക് പറഞ്ഞാൽ കനേഡിയൻസിന് ചീപ്പായിട്ട് വരാൻ പറ്റിയൊരു സ്ഥലം അമേരിക്കയാണ്. കാരണം മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് അവരോട് വരും, വെക്കേഷന് വരുന്നതാണ്. പക്ഷേ ഈ വർഷം ഈ സ്പ്രിംഗ് ആയിട്ട് പോലും അതൊരു ഗണ്യമായിട്ടുള്ള കുറവാണ്. കാരണം തൽക്കാലത്തേക്ക് മാത്രമായിരിക്കാം ഈ പറയുന്ന ഒരു തർക്കമൊക്കെ. പക്ഷേ ഈ കാനഡയുമായിട്ടുള്ള ബന്ധം ഇത്രയും വഷളാക്കാൻ ഒരിക്കലും ട്രംപ് ശ്രമിക്കാൻ പാടില്ലായിരുന്നു. ട്രംപിൻ്റെ അജണ്ട നടപ്പിലാക്കാം, യാതൊരു കുഴപ്പമില്ല. പക്ഷെ അതിൻ്റെ രീതിയുണ്ട്, ഡിപ്ലോമസി ഉണ്ട്. അതിനുവേണ്ടിയാണല്ലോ നമുക്ക് ക്യാബിനറ്റും ഈ പറഞ്ഞ നേതാക്കന്മാരും അല്ലെ ഈ ഉദ്യോഗസ്ഥരൊക്കെ ഇരിക്കുന്നത്. ട്രംപിൻ്റെ രീതി മിഡിൽ ക്ലാസ്സിലെ സ്ട്രെസ്സിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല. രണ്ട് രാജ്യങ്ങളിലെയും, ഇന്ത്യ മാത്രമല്ല ചൈന മാത്രമല്ല, അമേരിക്കയിലെയും ഇന്ത്യ പോലും, ഇന്ത്യയിലുള്ള പല ജ്വല്ലറി ഇൻഡസ്ട്രി, ഫിഷറീസൊക്കെ വളരെ എന്താ പറയുന്നത്, കേരളത്തിലേക്ക് പല ഫിഷറീസ് ഈ സംഭവങ്ങളൊക്കെ അടച്ചുപൂട്ടാൻ പോവുകയാണ്. ഇവിടേക്ക് ചെമ്മീൻ കയറ്റി അയക്കുന്നു, കൊഞ്ച് കയറ്റി അയക്കുന്ന പല ഫിഷറീസ് യൂണിറ്റുകളും അടച്ചുപൂട്ടാൻ പോവുകയാണ്. കാരണം 20-25% ചുങ്കം കൊടുത്തിട്ട് ആരാ വാങ്ങാൻ പോകുന്ന ഇവരുടെ വേറെ രാജ്യങ്ങൾ ഇതിലും കുറച്ച് ചിലവിൽ കിട്ടും. അതുകൊണ്ട് ഈ പറയുന്ന ട്രംപിൻ്റെ നീക്കം തിരക്ക് പിടിച്ചുള്ള നീക്കം ഈ രണ്ട് രാജ്യങ്ങളുടെയും എല്ലാ രാജ്യങ്ങളുടെയും മിഡിൽ ക്ലാസ്സിനെയാണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. അവരോടുള്ള വെല്ലുവിളിയാണിത്. അമേരിക്ക തകരാനൊന്നും പോകുന്നില്ല, പക്ഷേ ഇതൊരു ശരിയായ നടപടിയല്ല.